ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണെന്നറിയാമോ? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരിലാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനവും അതുപോലെ തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ്. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. എവിടെയാണ്? കണ്ണൂരാണ്. കേരള കലാമണ്ഡലം എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുതുരുത്തി, തൃശ്ശൂർ. എവിടെയാണ്? ചെറുതുരുത്തി, തൃശ്ശൂർ. അതുപോലെ തന്നെ ചെറുതുരുത്തി തൃശ്ശൂരാണ്. കേരളത്തിലെ നിയമ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ന്യൂവൽസ്. എവിടെയാണ്? കൊച്ചിയാണ്. അതുപോലെ തന്നെ താരസംഘടനയായ അമ്മയുടെ ആസ്ഥാനം എവിടെയാണ്? താരസംഘടനയായ അമ്മയുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. എവിടെയാണ്? കൊച്ചിയാണ്. അപ്പം അമ്മ താരസംഘടന അമ്മയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്സ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാണ് എൻ്റെ ഫുൾ ഫോം കേട്ടോ. അമ്മ എന്ന വാക്കിൻ്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ അമ്മ എന്ന താരസംഘടന രൂപീകൃതമായ വർഷം എന്നാണ്? അമ്മ എന്ന താരസംഘടന രൂപീകൃതമായ വർഷം എന്ന് പറഞ്ഞാൽ 1994. അമ്മ എന്ന താരസംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ശ്വേതാ മേനോനാണ്. അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? ശ്വേതാ മേനോനാണ്. അമ്മ എന്ന താരസംഘടനയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം അമ്മ എന്ന താരസംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അമ്മ എന്ന താരസംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. അതുപോലെ ബിഗ് ബോസ് സീസൺ 7 എന്ന പരിപാടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈയാണ്. ചെന്നൈയാണ്.